വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സദാനന്ദൻ എന്ന് പറയുന്ന ആട്ടോക്കാരൻ ശാലിനിയെയും ശാരദാമ്മയും കൊണ്ട് ഓട്ടോയിൽ പോവുകയാണ്. അന്നേരം പോകുമ്പോൾ അയാൾ സംസാരിക്കുന്നുണ്ട്. പ്രസവ കേസൊക്കെ ആണെങ്കിൽ നേരത്തെ അഡ്മിറ്റ് ചെയ്തുകൂടായിരുന്നോ, എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വഴിയിൽ പ്രസവിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം പെട്ടെന്ന് പോകട്ടെ എന്നൊക്കെ ശാലിനിയുടെ വേദന കണ്ടിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ വണ്ടി ഓടിച്ചു വരുന്ന വിഷ്ണു വീട്ടിലേക്ക് പോകുന്ന വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്യാമയും സത്യഭാമയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഹിത്തിനെയും ഒക്കെ കാണിക്കുകയാണ്. തുടർന്ന് ഈ ആട്ടോ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഓട്ടോ നിൽക്കുകയാണ്. അന്നേരം എന്താ സദാനന്ദൻ ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അന്നേരം പറയുന്നുണ്ട്, ഇത് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട വണ്ടിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇതിപ്പോൾ വഴിയിലായി, ഇതിവിടെ നിന്ന് ഒരടി അനങ്ങില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം ഞാൻ ഏതെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് നോക്കട്ടെ, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് സദാനന്ദൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് രണ്ട് റോഡിലേക്ക് നോക്കുമ്പോൾ ഈ പട്ടിക്കാട്ടിലൊരു വണ്ടി പോലും വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സദാനന്ദൻ അങ്ങ് വിഷമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അധികം വണ്ടിയൊന്നും അതുവഴി വരുന്നില്ല. തുടർന്ന് വേറൊരു കാറ് വരുമ്പോൾ കൈ അണിക്കുകയാണ്. പക്ഷേ കാറങ്ങ് നിർത്താതെ പോകുന്നുണ്ട്. തുടർന്ന് വേറൊരു കാറ് വരുമ്പോൾ സദാനന്ദൻ കൈ അണിക്കുമ്പോൾ നിർത്തുകയാണ്. അന്നേരം അതൊരു പയ്യനാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റൽ കേസാണ്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് ഹോസ്പിറ്റൽ വരെ എത്തിക്കാമെന്ന് ചോദിക്കുമ്പോൾ എത്തിക്കാമെന്ന് ആ പയ്യൻ ആദ്യം പറയുകയാണ്. തുടർന്ന് അവരെ ശാരദാമ്മ ശാലിനിയും കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ കാണുമ്പോൾ പയ്യൻ വിചാരിക്കുകയാണ്, അയ്യോ പ്രസവ കേസാണ്, ഇതിന് വള്ളിയാവുമെന്നും പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. തുടർന്ന് സദാനന്ദൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ വലിയ സ്നേഹമുള്ളവരാണല്ലോ, ഒരു വണ്ടിയും കിട്ടുന്നില്ല, നിങ്ങളാ കൊച്ചിനെയും കൊണ്ട് അകത്തോട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് സദാനന്ദനും വിഷമിക്കുകയാണ്. ഏത് നേരത്താണെന്നോ ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയെന്നും പറഞ്ഞ് അയാളും അങ്ങ് തൊഴിൽ പ്രയോഗമൊക്കെ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ വണ്ടിയൊന്നും കിട്ടാത്തതിൽ ശാലിനിയും ശാരദാമ്മയൊന്നും അല്ല. തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അതുവഴി വിഷ്ണുവിൻ്റെ വണ്ടി വരികയാണ്. അന്നേരം വേറൊരു വണ്ടി വരുന്നു, ഞാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സാധാരണ വണ്ടി കൈ കാണിക്കുമ്പോൾ എന്താ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, സാറേ ഒരു പ്രസവ കേസാണ്, ഒരമ്മയും മോളുമാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നവർ എൻ്റെ വണ്ടി കേടായി എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം വലിയ ഉപകാരം സാറേ എന്നൊക്കെ പറഞ്ഞ് സദാനന്ദൻ്റെ ശബ്ദമൊക്കെ ഇടുമ്പോൾ അതിന് താൻ വിഷമിക്കുകയൊന്നും വേണ്ട, അവരെ ഇങ്ങോട്ട് വിളിക്കുകയെന്ന് പറയുകയാണ്. അന്നേരം സാറും കൂടി വാ എന്ന് പറയുമ്പോൾ വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് സദാനന്ദൻ പോയി ഓട്ടോയ്ക്കകത്ത് ചെന്നിരുന്നിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങാനായിട്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, ഇനി പ്രസവ കേസാണെന്ന് പറഞ്ഞ് അയാൾ കളഞ്ഞിട്ട് പോകുമെന്ന്. അന്നേരം ഇല്ല, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണുവിനൊരു കോൾ വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആട്ടോയുടെ ബേക്ക് വശത്തേക്ക് അങ്ങ് പോവുകയാണ്. വിഷ്ണു ഇവരാരെയും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയും കൊണ്ട് ശാരദാമ്മ ഇങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി കാണുകയാണ്. അന്നേരം മോളെ ആ വണ്ടി വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി നോക്കുമ്പോൾ അയ്യോ വിഷ്ണുവേട്ടൻ്റെ വണ്ടി എന്നും പറഞ്ഞ് ശാരദാമ്മ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടോയുടെ പുറകെ നിന്ന് സംസാരിക്കുന്ന വിഷ്ണുവിനെ കാണുകയാണ്. അന്നേരം സദാനന്ദനോട് ചോദിക്കുകയാണ്, ഇയാൾക്ക് സദാനന്ദന് വേറെ ഒരു വണ്ടിയും കിട്ടില്ലേ എന്ന്. അന്നേരം നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് ഒന്നും വരില്ല, ഇത് കിട്ടിയതിൻ്റെ ഭാഗം ഞാൻ എത്ര പറഞ്ഞിട്ടാണെന്നോ, ഇത് ആ പയ്യൻ്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതെന്നും പറഞ്ഞ് ശാരദാമ്മ വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, വേണ്ടമ്മ ഇവിടെ തർക്കിക്കാൻ നിൽക്കണ്ട, വിഷ്ണുവേട്ടന് സംശയം തോന്നും സംസാരം കേട്ടാൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി വേദന കൊണ്ടങ്ങ് വിളയുകയാണ്. ശാലിനി പെട്ടെന്ന് തൻ്റെ ഷോൾ എടുത്തങ്ങ് തലയിലൂടെ അങ്ങ് ഇടുകയാണ്, മുഖം മറച്ച്. അന്നേരം ശാരദാമ്മയും തൻ്റെ ആ സാരിത്തുമ്പ് കൊണ്ട് തലയിലൂടെ അങ്ങ് ഇടുകയാണ്. തുടർന്ന് സദാനന്ദനം മുന്നോട്ട് നടക്കുമ്പോൾ ശാരദാമ്മ ആ ബേക്ക് വശത്തേക്ക് ജീപ്പിൻ്റെ ബേക്കിലേക്കും കയറ്റുകയാണ്. തുടർന്ന് ഫോണിൽ സംസാരിക്കുന്ന വിഷ്ണു ഇങ്ങോട്ട് വരുമ്പോൾ സദാനന്ദനോട് എന്തായും ചോദിക്കുമ്പോൾ ഒരു അമ്മയും മോളുമാണ്, കയറിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുമ്പോൾ കരുണ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ വരുന്നില്ലേയും ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഇനിയിപ്പോൾ അതിനെ ആളെ വിളിച്ച് ശരിയാക്കണം, പിന്നെ എനിക്ക് പരിചയമുള്ള കൂട്ടരൊന്നുമല്ല, എൻ്റെ വണ്ടിയിൽ കയറിയത് കൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് ഏറ്റതേ ഉള്ളൂ, പിന്നെ ആ കൊച്ചിന് പ്രസവവേദന തുടങ്ങി എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. എന്നിട്ടാണോ താൻ നിന്നിവിടെ കഥ പറയുന്നത്, പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടിയിലേക്ക് കയറുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനിയും അങ്ങ് മറഞ്ഞ് സാരിത്തുമ്പ് തലയിലേക്കിട്ട് ശാരദാമ്മയും ഷോളൊക്കെ മറച്ച് ശാലിനിയും അങ്ങ് ഇരിക്കുകയാണ്, മുഖം വിഷ്ണുവിന് കൊടുക്കാതെ. പക്ഷെ വിഷ്ണു അവരെ അങ്ങോട്ടത്തേക്ക് നോക്കുന്നില്ല. പോവാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുക്കുകയാണ്. ആ വണ്ടി അങ്ങ് പോകുമ്പോൾ തലേന്ന് ഒഴിഞ്ഞു കിട്ടി എന്നുള്ളൊരു ആശ്വാസത്തിൽ സദാനന്ദന് നിൽക്കുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിലേക്ക് ധന്യ ഡോക്ടറെ സത്യഭാമ വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട്, അഡ്മിറ്റ് ആവാൻ വരികയാണെന്നുള്ളതൊക്കെ, അതൊക്കെ ശരിവെക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിദ്യ സിസ്റ്റർ വരികയാണ്. അന്ന് സുസ്മിത പണം കൊടുത്ത് ശ്യാമയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സിസ്റ്റർ. അന്നേരം ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവാനായിട്ട് വരുന്നുണ്ട്. വിദ്യ നോക്കണമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ പോവുകയാണ്, വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ പിന്നെ സാധാരണ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചോദിച്ച് വാങ്ങാറുള്ളതാണല്ലോ, അതിന് കാശിന് അത്യാവശ്യമുള്ളത് കൊണ്ട് ഇപ്പം എന്താ ഒന്നും വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ
നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് പോകണമെന്ന് പറയുകയാണ്. അന്നേരം ആഹാ നല്ല വാർത്തയാണല്ലോ, അപ്പോൾ ഒരു കിലോ ചോറ് തന്നാൽ മതി, ഇനി അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും തികയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ തന്നെ ഡോക്ടർ കാര്യമായിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം അയ്യോ വേണ്ട, ഇപ്പോൾ തന്നെ ഡോക്ടർക്ക് തരാനുള്ള ഒരുപാടായി എന്നൊക്കെ പറയുമ്പോൾ അതെന്താ ഇപ്പം നിനക്ക് കാശിനൊന്നും ആവശ്യമില്ലാത്തത്, വേറെ എന്തെങ്കിലും കോളുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിദ്യാർത്ഥിയും ടെൻഷനാവുകയാണ്. അന്നേരം സുസ്മിത പണം കൊടുത്തതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം നീ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കായംകുളത്തിനുള്ള വണ്ടി പിടിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് വിദ്യ നേഴ്സ് അങ്ങ് പോവുകയാണ്. ഇതേസമയം വിഷ്ണുവിൻ്റെ വണ്ടിയിൽ പോവുകയാണല്ലോ ശാരദാമ്മയും ശാലിനിയും കൂടി. അന്നേരം വേദനയുള്ള ശാലിനിയാണെങ്കിൽ ശബ്ദം വെളിയിലേക്ക് വരാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. സംസാരിക്കാതിരിക്കാനായിട്ട് ശാരദാമ്മയും കൈയൊക്കെ തടവി ശാലിനിയും ആശ്വസിപ്പിക്കുകയാണ്. സമയം വിഷ്ണു ചോദിക്കുകയാണ്, ആ ഓട്ടോക്കാരനെ എവിടെ നിന്ന് കിട്ടി, അയാളെന്ന് വിശ്വസിക്കരുത്, അങ്ങനെയുള്ളവരെ അവർക്കൊക്കെ പണം മേടിക്കണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ, വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ഈ കുട്ടി എന്തിനാ ഇത്രയും ദിവസം സമയം വച്ചുകൊണ്ടിരുന്നത്, നേരത്തെ അഡ്മിറ്റ് ആക്കി കൂടായിരുന്നോ, അത് നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ്, എന്തിനാ നിങ്ങളെ പറയുന്നത്, ആ കുട്ടിയുടെ ഭർത്താവിനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒക്കെ സങ്കടം വരികയാണ്. അന്നേരം ഭർത്താവിൻ്റെ വിഷ്ണുവേട്ടൻ്റെ പിടിപ്പുകേടല്ല, എൻ്റെ മാത്രം പിടിപ്പുകേടാണ് എന്നൊക്കെ ഇങ്ങ് ശാലിനി മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ അമ്മയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കുടുംബശ്രീ ശാരദാമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ശാരദാമ്മ എപ്പോഴും പറയും ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകും, ഞാൻ എന്തായാലും നിങ്ങളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സംസാരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, പക്ഷേ അത് ഷീറ്റ് ഇട്ട് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. നേരെ ശാരദാമ്മ മനസ്സിൽ കരുതുകയാണ്, ദൈവമല്ല, ദൈവത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പുകളുടെ ഭർത്താവായ വിഷ്ണു മോനെ നീ തന്നെയാണ് സഹായത്തിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങ് സങ്കടം കടിച്ചമർത്തുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ ശാലിനിയെയും ശാരദാമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വിഷ്ണു. ഇതേസമയം ഹോസ്പിറ്റലിൽ വിദ്യ നേഴ്സാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ബാഗൊക്കെ എടുത്ത് വരികയാണ്. ഈ സമയം ധന്യ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രോഹിത്തും ശ്യാമയും സത്യഭാമയും കൂടി വരികയാണ്. അന്നേരം വിദ്യ നേഴ്സ് അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ധന്യ ഡോക്ടർ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് അഡ്മിറ്റ് വരുന്ന പേഷ്യൻറ്റ്, ഇതിപ്പോൾ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നിങ്ങനെ പെട്ടെന്നിങ്ങനെ വിദ്യ നേഴ്സ് പറയുകയാണ്. അന്നേരം വിദ്യ നേഴ്സ് ഓർക്കുന്നുണ്ട് അന്ന് ശ്യാമയ്ക്ക് അബോർഷനായെന്ന് ഡോക്ടർ പറഞ്ഞതും ഒക്കെ കാര്യങ്ങൾ, സുസ്മിതയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിച്ചിരിക്കുകയാണല്ലോ. അന്നേരം അപ്പം പോകണമെന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കാണിച്ചു കൊടുക്കാം, ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ധന്യ ഡോക്ടർ. തുടർന്ന് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഡോക്ടർ ക്യാബിനകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഈ വിദ്യ നേഴ്സാണെങ്കിൽ ശ്യാമയെ വിളിച്ചിട്ട് ഞാൻ പിന്നെ പേഷ്യൻറ്റിനെ റൂമിലേക്ക് കിടത്താം എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. രോഹിത്തും സത്യഭാമയും കൂടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ആദ്യം വരുമ്പോൾ തന്നെ ശ്യാമ ഇങ്ങനെ ധന്യ ഡോക്ടർ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. അന്നേരം കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയോളാം എന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്കൊരു ആശ്വാസമാവുകയാണ്. അതിനുശേഷമാണ് ഈ സംസാരിക്കുന്നതൊക്കെ. തുടർന്ന് വേദന തുടങ്ങിയോ എന്നൊക്കെ വിദ്യ നേഴ്സ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് വിദ്യ നേഴ്സ് സത്യഭാമയോടും തിരക്കുന്നുണ്ട് എന്നത്തേക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. അന്നേരം മറ്റന്നാളാണ്, നേരത്തെ അഡ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശ്യാമയും കൊണ്ട് റൂമിലേക്ക് പോകുന്നത്. ഇതേസമയം റൂമിലേക്ക് വിദ്യ നേഴ്സാണെങ്കിൽ ശ്യാമയും കൊണ്ട് പോയിട്ട് കിടക്കാനായിട്ട് പറയുകയാണ്, ഞാൻ പരിശോധിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് ഇരിക്കുമെന്ന് പറയുമ്പോൾ ശ്യാമ ഇരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് കുട്ടിക്ക് അബോർഷനായ ദിവസം ധന്യ ഡോക്ടറെ അസിസ്റ്റ് ചെയ്ത് ഞാനാണ് എന്ന് പറയുമ്പോൾ ശ്യാമ ഒന്നുകൂടി അങ്ങ് ഷോക്കാവുകയാണ്. അതിനുശേഷം അന്ന് കുട്ടിയുടെ വയറ്റിൽ നിന്നും പോയ ഗർഭം പിന്നെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയണമല്ലോ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഇനി ദിവ്യഗർഭം വല്ലതും ആണോ എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറയുകയാണ്. അന്നേരം ശ്യാമ ആദ്യം അടിക്കുമ്പോൾ കിടക്ക് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് ശ്യാമയുടെ കിടത്തുകയാണ്. അന്നേരം ശ്യാമ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്, തൊട്ടാൽ ഇത് പാഡാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ടെൻഷൻ നിൽക്കുമ്പോൾ അവിടെ പുറത്ത് സത്യഭാമയുടെയും രോഹിത്തിൻ്റെ അടുത്തേക്ക് ധന്യ ഡോക്ടർ വരികയാണ്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ എവിടെയും ചോദിക്കുമ്പോൾ ശ്യാമയും കൊണ്ട് നഴ്സ് റൂമിലേക്ക് പോയി എന്ന് പറയുകയാണ്. അന്നേരം ധന്യ ഡോക്ടർ ഒന്ന് ടെൻഷൻ ആവുകയാണ്. അതേസമയം റൂമിൽ വിദ്യ നഴ്സാണെങ്കിൽ ശ്യാമയുടെ വയറ്റിലേക്ക് ഇങ്ങനെ കൈ വയ്ക്കാനായിട്ട് വരുമ്പോൾ വിദ്യ എന്ന് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് ഡോക്ടർ വരികയാണ്. കൂടെ രോഹിത്തും സത്യഭാമയും ഉണ്ട്. അന്നേരം വിദ്യ എന്നാ MBBS എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ പേഷ്യൻറ്റിനെ പരിശോധിക്കാൻ നിന്നോട് ആര് പറഞ്ഞു ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞ് അങ്ങ് വിദ്യ നേഴ്സ് അങ്ങ് തപ്പുകയാണ്. അന്നേരം നിൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്, നിന്നെ ഇനി ഹോസ്പിറ്റലിനകത്ത് കണ്ടുപോരുത്, പുറത്ത് എന്ന് പറഞ്ഞ് അങ്ങ് ധന്യ ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ബാഗും എടുത്ത് ആ വിദ്യ നേഴ്സാണെങ്കിൽ അങ്ങ് പുറത്ത് പോകുന്നുണ്ട്. അന്ന് ശ്യാമ അങ്ങ് എഴുന്നേൽക്കുകയാണ്. ശ്യാമ
ശ്യാമയ്ക്കും ആശ്വാസമാകുന്നുണ്ട്. അന്നേരം ഇവിടെ വേദനയും തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ശ്യാമയ്ക്ക് കൂട്ടിരുന്നോളൂ, ഞാൻ റൗണ്ട്സിന് പോയിട്ട് വരാം, വേറെ ആരെയും ഒരു ഡോക്ടറെയോ നഴ്സിനെയോ ആരെയും ഇതിനകത്തോട്ട് കയറണ്ട, മോള് പേടിക്കുകയൊന്നും വേണ്ട, മോളുടെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ശ്യാമയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സത്യഭാമയുടെ രോഹിത്തിനോട് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് റൗണ്ട്സിന് പോവുകയാണ്. സത്യഭാമയാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. ശ്യാമയുടെ തലയിൽ ഇങ്ങനെ തലോടുകയും ചിരിക്കും, രോഹിത്തിനെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ശ്യാമ ആലോചിക്കുകയാണ്, കുഞ്ഞേച്ചിക്ക് വേദന തുടങ്ങിയെന്ന് ഡോക്ടറോട് പറയാനും പറ്റിയില്ല, ഇനിയിപ്പോൾ ഇവരിവിടെ ഇരിക്കുമ്പോൾ ഡോക്ടർ വന്നാൽ എങ്ങനെ പറയും, രാത്രി ഇപ്പോൾ അമ്മ കുഞ്ഞേച്ചിയും കൊണ്ട് എന്തായോ എന്ത് ചെയ്യും കുഞ്ഞേച്ചിയുടെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് ശ്യാമ അങ്ങ് ടെൻഷൻ അടിക്കുകയാണ്. അന്നേരം മോള് ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ഇതൊക്കെ ഇപ്പം അങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ തലയിലൊക്കെ അങ്ങ് തലോടുകയാണ്. അതൊന്ന് രോഹിത്തും ശ്യാമയെ നോക്കി പേടിക്കണ്ട എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഇതേസമയം വിഷ്ണു ശാരദാമ്മയെ ശാലിനിയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിഷ്ണു നല്ല വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. വേദന കടിച്ചമർത്തി ശാലിനി ശബ്ദം വെളി വരാതിരിക്കാൻ കൈയൊക്കെ ഇങ്ങനെ വായിൽ വയ്ക്കുന്നുണ്ട്. അത് ആശ്വസിപ്പിക്കാൻ ശാരദാമ്മയും അങ്ങ് പെടാപ്പാട് വിടുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ വിദ്യ നഴ്സാണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം സുസ്മിത ഫോൺ എടുക്കുന്ന സുസ്മിത വിചാരിക്കണം ഇവളെന്തിനാണ് വിളിക്കുന്നത്, ഇവർക്ക് കാശ് ഇനിയും വേണമെന്നും പറഞ്ഞ് ആ ദേഷ്യത്തിലാണ് ഫോൺ എടുക്കുന്നത്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറയുകയാണ്. നിൻ്റെ കല്യാണ കാര്യമല്ലേ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ അതല്ല, ശ്യാമ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, കൂടിയ സത്യഭാമയും ആ രോഹിത്തുമുണ്ട്, അഡ്മിറ്റ് ആവാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് എന്താ അസുഖം എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം പ്രസവത്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രസവമോ, ഗർഭമില്ലാത്ത അവളെങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്, അവൾ ഇവിടെ അഡ്മിറ്റ് ആയി എന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ഒരു നിമിഷം ആലോചിക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സുസ്മിതയും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരും. പക്ഷേ വിഷ്ണു ശാലിനിയെയും ശാരദാമ്മയെയും കൊണ്ടുവരും. പക്ഷേ അവിടെയും വിഷ്ണു ശാലിനിയെ കാണില്ല. അങ്ങനെ തന്നെയാണ് റീമേക്കിലൊക്കെ. പിന്നെ ഇനി ബാക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.